PMC പദ്ധതി നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഷംസി പറയുന്ന പോലെ ഏതെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞിട്ടല്ല അന്ന് UDF എതിർത്തത്. അന്ന് UDF പക്കാ രാഷ്ട്രീയം പറയുകയായിരുന്നു. എന്തായിരുന്നു രാഷ്ട്രീയം? ഇത് സംഘപരിവാറിന്റെ പ്ലാനാണ്. സംഘപരിവാറിനെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യരിക്കാനുള്ള പ്ലാനാണ് NEP PM3. അതിനടിപ്പെടുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പണം കിട്ടോ ഇല്ലയോ ഒന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങേയറ്റം രാഷ്ട്രീയം മാത്രം പറഞ്ഞത് ടീം UDF പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ലീഗ് പറഞ്ഞു, MSF PK നവാസ് അവിടെ സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധിച്ചു. അടികൊണ്ട് വെള്ളം ഈ പറഞ്ഞ വാട്ടർ ജലപീരങ്കി കൊണ്ട് വെള്ളമടിയേറ്റവരാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം 5-6 SIT ഉണ്ടായി, 4-5 SIT ഇതിനോടകം ഉണ്ടായി. ഈ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. കേരളയിൽ പദ്ധതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഈ പറയുന്ന കാഫർ സ്കീഷുള്ള SIT ഉണ്ടായി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷാപ്രവർത്തന SIT ഉണ്ടായി. SIT ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പോയ സർക്കാരിന്റെ കാലത്തെ തെറ്റായ നയങ്ങൾ ഞങ്ങൾ തിരുത്തുന്നു എന്ന സത്യം ഉണ്ടാവാനാണല്ലോ. ആ സത്യം എന്തുകൊണ്ടാണ് ഈ PMC കാര്യത്തിൽ ഉണ്ടാവാതെ പോകുന്നത്? PMC പദ്ധതിയിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് രാഷ്ട്രീയമായി പ്രഖ്യാപിക്കാൻ എന്താണെന്ന് ഇവർക്ക് പ്രയാസം? അങ്ങനെ പ്രഖ്യാപിച്ചൊരു ചുക്കും സംഭവിക്കില്ലെന്നേ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പദ്ധതി ഒപ്പിട്ട പ്രകാരം കിട്ടുന്ന അങ്ങ് കൊട്ട ആന പണമൊന്നും കിട്ടുന്നില്ല. കിട്ടുന്ന തുച്ഛമായ പണമാണ്. ആ പണം വേണ്ടെന്ന് വെച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നുള്ള SSA നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞു, SSA ഫണ്ട് ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുക എന്നുള്ള നിയമവിരുദ്ധ പണിയാണ്. നിയമവിരുദ്ധ പണിയെ നേരിടേണ്ടത് നിയമപരമായി നേരിടണം. കോടതിയിലേക്ക് പോകണം. കോടതിയിലേക്ക് പോയി ആ ഫണ്ട് വാങ്ങിയെടുത്ത തമിഴ്നാടിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ നിയമ വഴിയെ പോവാതെ ഇന്നിപ്പോ ഷംസുദ്ദീൻ പറയുന്ന അക്ഷരാർത്ഥത്തിൽ അഴകുഴമ്പ് മറുപടിയാണ്. അഴകുഴമ്പ് മറുപടി അല്ല പറയേണ്ടത്. രാഷ്ട്രീയമായി ഈ പറഞ്ഞ PMC പദ്ധതിക്കെതിരെ നടത്തിയ സമരങ്ങളടക്കം നിങ്ങളെ 102 സീറ്റിലേക്ക് അധികാരത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ PMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാണോ അല്ലേ എന്ന് നിങ്ങൾ നേർക്കുന്ന മറുപടി പറയണം. അതല്ലാതെ ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആർജവുമില്ല, ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണെങ്കിൽ അത് തുറന്നു പറയണം. അല്ലാതെ PK നവാസിനെയും സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ഇവിടെ UDF പ്രവർത്തകരെയും ഇളിഭ്യരാക്കുന്ന ഈ അഴകഴമ്പ വർത്താനത്തിന് മറുപടിയല്ല.